ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്ന വ്ളോഗ്സ്. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ട് കോഴിക്കോട് എനിക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിന് പോയിരുന്നു. 7 മണിക്ക് അവിടെ എത്തണം. ഇപ്പോൾ സമയം 12:15. നമ്മൾ കണ്ണൂരിൽ നിന്നാണ് ട്രെയിന്, 1:45 അങ്ങനത്തെ ട്രെയിന്. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ സമയം 12:20. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് വിശേഷം കാണിച്ചത്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് ചെട്ടപ്പാറ എത്തി. നമ്മളങ്ങനെ വലിയന്നൂരെത്തി. വലിയന്നൂര് നമ്മളെ ടൗൺ ഏരിയ. ഇതാ വലിയന്നൂരെത്തി. ഇനി അടുത്തത് വാരം. വലിയന്നൂര് ടൗൺ. നീണ്ട് ബാക്കിൽ, നീ സൈഡായി. നീയൊക്കെ എവിടെ പോകുമ്പോൾ ഛർദ്ദിക്കും. അതുകൊണ്ട് ഇനിയും അനങ്ങാണ്ട് ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. ഗായ്സ്, നമ്മളങ്ങനെ വാരം ടൗണിലെത്തി. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം കണ്ട. രാത്രി ഇങ്ങനെ വണ്ടിയിൽ പോകാൻ നല്ല രസമുണ്ട്. നൈറ്റ് ഡ്രൈവ് നല്ല രസമുണ്ട്. അധികം വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സൗണ്ടിൻ്റെ ഇതൊന്നുമില്ല. അധികം ബ്ലോക്ക് ഉണ്ടാകുന്ന ചൊവ്വണ്ട, ആരുമില്ല. ചൊവ്വക്ക് ഒരു വണ്ടിയില്ല, ആകെ ഇത്രയും വണ്ടിയുള്ളൂ. ഞാൻ ക്ലാസ്സിനെല്ലാം പോയിട്ട് വരുമ്പോ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെയുള്ള ചൊവ്വയാണ് ഇതൊക്കെ. നമ്മള് താണകൻ ജീട്ടൊക്കെ ഉണ്ടാ. ഇവിടെയാണ് ഇവിടെയും ഉണ്ട് കണ്ണൂർ കോക്ടെയിലിന്റെ ഷോപ്പ്. അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അച്ഛൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് അച്ഛൻ്റെ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് നീ എന്തോ ആലോചിക്കണം. നീ ഇവിടെ ഉള്ള ബോർഡെല്ലാം വായിക്കണം. അവിടെ എന്തോ റേറ്റ് കാണിക്കണം. അതെല്ലാം നീ നോക്കണം. അച്ഛനോട് ടിക്കറ്റ് എടുക്കാൻ നിന്നിട്ടുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അമ്മയും അച്ഛനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ടുണ്ട്. കുറേ മടിയിൽ ഉറങ്ങുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊ സമയം 5:42 ആയുള്ളൂ. നമ്മൾ അവിടുന്ന് കോഴിക്കോട്. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പ്. നമ്മൾ 3 മണിക്ക് ഇവിടെ എത്തിന്. എന്നിട്ട് കുറേ സമയം ഇവിടെ ഇരുന്ന്. അപ്പോൾ ഇപ്പം പരീക്ഷക്ക് പിന്നെ 7 മണിക്ക് റിപ്പോർട്ടിങ് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ലോണം നടന്നിട്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ പരീക്ഷ ഇറങ്ങിയ കോഴിക്കോട് മുട്ടായി പോകുന്നു. ഒരു റോഡിന്റെ പേര് കാണിച്ചിരുന്നേ. നമ്മൾ കോഴിക്കോട് ടൗണിലേക്ക് നടന്ന് പോവുകയായിരുന്നു. മുട്ടായിത്തെരുവിലേക്ക്. അപ്പം നമ്മൾ കോഴിക്കോട് BSNL ഓഫീസിൽ വന്നിട്ടുള്ള AC-ൻ്റെ സിം പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, 4G ആക്കാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ പറ്റുന്നുണ്ട്. മാക്സ് പോലിത് ലൈറ്റ് ഉണ്ടാ. ദൈവത്തിൻ്റെ ചിലങ്ക. ദൈവത്തിൻ്റെ ചിലങ്ക നടന്നുണ്ട്. പണ്ട് കുട്ടിക്ക് വാഴ കൊടുക്കുന്ന സാധനമത്. പറയാനുണ്ട്. ആമാടപ്പെട്ടി ചായപാത്രം കണ്ട. അപ്പൊ നമ്മള് പണ്ടത്തെ ഒരുപാട് സാധനം കണ്ട്. അതൊന്നും ഇപ്പൊ എവിടെയും കാണാനില്ലല്ലോ. കൊറേ കണ്ട്. അമ്മമ്മേന്റെ അടുത്ത് കണ്ടത് കൂടാണ്ട് ഇവിടുന്ന് കൊറേ സാധനങ്ങൾ കണ്ട്. അപ്പൊ നമ്മൾ പരീക്ഷയെല്ലാം കഴിഞ്ഞ് മുട്ടായിത്തെരുവിലെല്ലാം കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. വീഡിയോ എടുക്കാൻ പറ്റില്ല. ഭയങ്കര വെയിലേനും നല്ല തിരക്കുണ്ട്. ഭയങ്കര തിരക്കും നല്ല വെയിലും.
നമ്മൾ വെറുതെ ഒന്ന് ടൗണ് കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ പക്ഷെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെ വെറുതെ ടൗണിലോട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് വന്നു. ട്രെയിൻ വരുന്നുണ്ട്, ട്രെയിൻ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ആ വെയിലൊക്കെ നടന്നിട്ട് ക്ഷീണമായി, നമുക്ക് ഭയങ്കര ക്ഷീണമായി. സൈഡായി വേഗം വീട്ടിലൊക്കെ എന്തായാലും കുളിച്ചിട്ട് ഉറങ്ങാനുള്ള അച്ഛന് ഷെമിയിലായിട്ട് അച്ഛന് ഓരോരോ സ്റ്റോപ്പ് എത്തുമ്പോൾ പുറത്തുനിന്ന് നടക്കല്ല. ട്രെയിൻ വിടാനാണ് വന്നിട്ട് ഇങ്ങോട്ട് കയറി. എൻ്റെ അച്ഛൻ അങ്ങനെ നടന്നു വരുന്നുണ്ട്. അച്ഛനിവിടെ ഇരിക്കും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളെ മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴ എന്താ രസം. അങ്ങനെ നമ്മളെ സ്വന്തം നാടായ കണ്ണൂരെത്തി. കണ്ണൂരെത്തിൻ്റെ ഇപ്പോൾ ശ്വാസം വീണേ. നമ്മളെ നാട് തന്നെയാണ് നല്ലത് കേട്ടാ. കോഴിക്കോട് മോശമായിട്ടല്ല പറയുന്നത്, പക്ഷേങ്കിൽ നമുക്ക് കണ്ണൂരെത്തുമ്പോൾ ഒരു ആശ്വാസം കിട്ടി. അപ്പോൾ നമ്മൾ കാറും എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോട്ട് എന്നിട്ട് വേണം ചായ എല്ലാം കുടിക്കേ. പോകുമ്പോ ഒറ്റ വണ്ടി ഉണ്ടായിട്ടില്ല. ഇപ്പം കണ്ട വരുമ്പോ തിരിച്ച ആളും വണ്ടി തിരക്കുക. ഇടാൻ വണ്ടി ആയതുകൊണ്ട് അമ്മ ഒരിക്കലും മുന്നിലിരിക്കൂല. സീറ്റ് ബെൽറ്റ് ഇടണ്ടേ. അപ്പൊ നമ്മളൊന്ന് ചാവിടിച്ചില്ലേ പുറവൂർ കഴിഞ്ഞ് കല്ലുമ്മക്കായ ടീച്ചറെ ആടെ ചാവിടിക്കാൻ വേണ്ടിയില്ലേ. അന്നേരം എന്തിനെ കൂട്ടാണ്ടാന്ന് ഇവിടെ വന്നത്. നമ്മൾ കല്ലുമ്മക്കായ ഇതെല്ലാം തിന്നു പറയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് പോയിട്ട് വരുമ്പോൾ നെഞ്ചു വന്ന് നമുക്ക് ഇവിടെ പോയിട്ട് എന്തായാലും ആ കല്ലുമ്മക്കായും ചായയും കുടിക്കണം എന്നിട്ട് ഇവിടെ ഇറങ്ങി. കല്ലുമ്മക്കായ് പൊരിക്കുന്നത് അതിൻ്റെ പൊരിക്കുന്നത് കൊണ്ട് കുറച്ചിട്ട് പറയാൻ കഴിയുന്നില്ല. ഇതിൻ്റെ കൂടെ അച്ഛനമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോ ഒന്ന് ആഡാക്കുന്നുണ്ട്. 11-ാം തീയതി വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ്. പിന്നെ അതിന് ബാക്കി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ആഘോഷിക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ കോഴിക്കോട് വന്ന തിരക്കെല്ലായതുകൊണ്ട് വീഡിയോ ഇടാനും മറന്നു ഇനി. അപ്പോൾ ഈ കോഴിക്കോട് വിശേഷത്തിനപ്പുറം ഞാൻ അമ്മേൻ്റെയും അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറിയും വീഡിയോ ഇവിടെ തേടാക്കാം. എല്ലാവരും ഒന്ന് കാണാം. അച്ഛനും നമുക്ക് സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഷെൽഫ് തുറക്ക്, ഷെൽഫ് തുറക്കറ. അമ്മേൻ്റെ ഷാളമ്മേനെ നോക്കുന്നതാണ്. അവിടെ ഒരു നീലക്കുപ്പായതാ. അപ്പം എന്തൊക്കെ തുറക്കറ. അന്നേരം തിരിയും പൊളിക്കട്ടെ. മെല്ലനെല്ലാം പൊളിക്കും. പൊളിക്ക്. ഹരിചന്ദനെ ആക്കി തന്നെ. തകർത്തിനല്ല എന്നായത് ഇതെന്താ അച്ഛ പിടിക്ക്. ആനിവേഴ്സറി അല്ലേ അമ്മ 11-ാം തീയതി പറഞ്ഞു. അപ്പോൾ നമ്മളന്ന് ആദ്യം പറഞ്ഞ് നമ്മളൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇവള് രാവിലെ നമ്മളെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ എണീച്ചിട്ട് ഷെൽഫ് തുറന്ന് നോക്കും. ഷെൽഫ് തുറന്ന് നോക്കുമ്പോൾ അന്ന് ഇതാണ്. ഇനി എന്നാന്ന് പറയണ്ടേ, സന്തോഷമോ സങ്കടം എന്നാന്നൊന്നും പറയാനോ വയ്യ. അങ്ങനെ ഒരു ഇതായിപ്പോയി. ഇതുവരെ ആരും ഒരു ലിസ്റ്റൊന്നും തന്നിട്ടില്ല നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നിന്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കേക്ക് വാങ്ങിയിട്ട് പിന്നെ നമ്മളെ കാണാണ്ട് കൊണ്ടുവച്ചിന്. അത് കേക്ക് മുറിച്ചിന്. ഇപ്രാവശ്യം പക്ഷെ മാമൻ മരിച്ചിട്ട് അത്രയും ആയതുകൊണ്ട് കേക്കൊന്നും മുറിച്ച് നമ്മൾ ആഘോഷിക്കുന്നില്ല. ഒന്നും പറയാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ 2 ദിവസത്തെ വിശേഷം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.